വായിക്കുന്നത്? ഞാൻ നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ പറ്റി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടാ, നമ്മുടെ പള്ളിയുടെ പേര് വിശുദ്ധ ഫ്രാൻസിസ് സേവർ പള്ളി എന്നല്ലേ? അല്ല, ആരാണ് ഫ്രാൻസിസ് സേവർ? അതെ, നമ്മുടെ പള്ളിയുടെ പേര് വിശുദ്ധ ഫ്രാൻസിസ് സേവർ പള്ളി എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാമോ? വരൂ, പറഞ്ഞുതരല്ലോ. കമോൺ. അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അല്ല, ഇന്ത്യയിലല്ല. സ്പെയിനിലെ നവാറ എന്ന് പറയുന്ന സ്ഥലത്ത് സേവ്യർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോ അദ്ദേഹം വലിയ വീട്ടിലെ കുട്ടിയായിരുന്നു അല്ലേ? അതെ, ഒരു സാധാരണ ജീവിതമല്ല ഫ്രാൻസിസ് നയിച്ചത്. വലിയ പണ്ഡിതനാകാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് പോയത്. എന്നിട്ട് അവിടെ വെച്ചാണ് ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. മനസ്സിലായില്ല ചേട്ടാ. ഈശോ സഭ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ശരിയാണ്. ഫ്രാൻസിൽ വെച്ച് ലിയോളയും ഫ്രാൻസിസും തമ്മിൽ കണ്ടുമുട്ടി. ഫ്രാൻസിസിന്റെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ്. ഫ്രാൻസിസിനോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കാരണം. അതെന്ത് ചോദ്യം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നല്ല വാചകമാണല്ലോ. എന്ത് മാറ്റമാണ് ഫ്രാൻസിൽ വരുത്തിയത്? അദ്ദേഹം ഒരു മിഷണറിയായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും സുവിശേഷ പ്രഘോഷണം നടത്തി. കപ്പൽ കയറി അദ്ദേഹം ആദ്യം എത്തിയത് എവിടെയാണെന്ന് അറിയാവോ? ഗോവ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? അതെ അതെ. പിന്നീട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്? ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ജപ്പാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലും ഫ്രാൻസിസ് പോയിട്ടുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഒത്തിരി കാര്യം ചെയ്യാൻ ഫ്രാൻസിസിന് സാധിച്ചു. ഇത്രയും ദൂരമൊക്കെ എങ്ങനെ പോയി കാണും? ഒത്തിരി ബുദ്ധിമുട്ടി കാണും. അതെ, ഒത്തിരി കഷ്ടപ്പെട്ടു. ഒടുവിൽ ചൈനയിലേക്കുള്ള യാത്രയിൽ ഫ്രാൻസിസ് തന്റെ 52ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. അതെ, ഗ്രിഗറി 15ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഫ്രാൻസിസിന്റെ അഴിവാത്ത ശരീരം ഇന്നും ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതെയോ? ഇപ്പൊ നമ്മുടെ പള്ളി തിരുനാൾ കൂടെ നടക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ തിരുനാൾ എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. ഇനി മുതൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർമ്മിക്കും. താങ്ക്സ്. യു ആർ വെൽക്കം.